ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക്. ഇത് നമുക്ക് ബട്ടർ സ്കോച്ചിൻ്റെ ഫ്ലേവറിലൊരു ബേബി സിറ്റിംഗ് ഡോൾ കേക്ക് ഇവിടെ റെഡിയാക്കി എടുക്കാം. അത് സിമ്പിളാണ് നമുക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. ഡോൾ കേക്ക് തയ്യാറാക്കുന്ന അത്ര റിസ്ക് ഒന്നുമില്ല. ഈ ഒരു കേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിന് മുന്നേ വേറൊരു കേക്ക് ഇതുപോലെ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ബട്ടർ സ്കോച്ചിൻ്റെ ഫ്ലേവറിലാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ബട്ടർ സ്കോച്ചിൻ്റെ കേക്ക് നമുക്ക് ആദ്യം നിന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരിച്ചെടുക്കാം. അപ്പോൾ 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് 2 ടേബിൾ സ്പൂൺ മൈദ മാറ്റുന്നുണ്ട് കേട്ടോ. 2 ടേബിൾ സ്പൂൺ മൈദ മാറ്റിയതിന് പകരമായിട്ട് നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ കോൺഫ്ലവറാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ 2 ടേബിൾ സ്പൂൺ മൈദയ്ക്ക് പകരമായിട്ട് ഒരു 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവറാണ് ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. 3 ടേബിൾ സ്പൂണും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഒരു വിസ്ക് ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അരിച്ചെടുക്കാം. അപ്പോൾ ഇത് നമുക്ക് വിസ്ക് ഉണ്ടെങ്കിൽ ഇതുപോലെ മിക്സ് ചെയ്തിട്ട് അരിച്ചെടുക്കാമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് അതെല്ലാം കൂടെ നന്നായിട്ട് തന്നെ കമ്പൈനായിട്ട് കിട്ടും. അപ്പോൾ ഇതുപോലെ ഞാൻ വിസ്ക് ഉപയോഗിച്ചിട്ട് തന്നെ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നത്. ഈ മിക്സിങ് മസ്റ്റായിട്ടും ചെയ്യേണ്ട സംഭവമാണ് കേട്ടോ. എല്ലാം കൂടെ നന്നായിട്ട് മിക്സായിട്ട് വരുന്നവരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം. എന്നിട്ടത് മാറ്റി വെക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഒരു 3 തവണ അരിച്ചിട്ട് മാറ്റി വെച്ചാലും മതി കേട്ടോ. ഇനി ഡ്രൈ ആയിട്ടുള്ള ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് 4 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഡ്രൈ ആയിട്ടുള്ള ബൗൾ എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ ഇന്നത്തെ വീഡിയോയിലൊക്കെ പറയുന്നുണ്ട്, അതേപോലെ തന്നെ ഇതിലും ഫോളോ ചെയ്യാം കേട്ടോ. പിന്നെ 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കുക. പിന്നെ നമുക്ക് വേണ്ടത് ബട്ടർ സ്കോച്ചിൻ്റെ എസൻസ് വാങ്ങിക്കാൻ കിട്ടും. അതൊരു 1/2 ടീസ്പൂൺ നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ബട്ടർ സ്കോച്ചിൻ്റെ കേക്ക് ആയതുകൊണ്ടാണ് ഈ ബട്ടർ സ്കോച്ചിൻ്റെ എസൻസ് ചേരുക. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ജ്യൂസൊക്കെ അടിക്കാനൊക്കെ യൂസ് ചെയ്യുന്ന ബട്ടർ സ്കോച്ച് മിക്സ് ഉണ്ടല്ലോ, അത് വാങ്ങിക്കാൻ കിട്ടും. അത് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. എന്നിട്ട് നമുക്കിതിലേക്ക് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് നമ്മൾ 3/4 കപ്പ് പഞ്ചസാരയാണ് ചേർക്കുന്നത്. അപ്പോൾ അത് കുറേശ്ശെ ആയിട്ട് ചേർത്തിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. നല്ല ഫ്ലഫി ആയതിന് ശേഷം അതിലേക്ക് ഒരു 1/4 കപ്പ് ഓയിൽ കൂടെ ചേർത്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ആ ഓയിൽ നന്നായിട്ട് മിക്സായി കിട്ടണം കേട്ടോ. അതുവരെ ബീറ്റ് ചെയ്തെടുക്കണം. എന്നിട്ട് അതിലേക്ക് നമ്മൾ ഓൾറെഡി അരിച്ചെടുത്തിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഉണ്ടല്ലോ, അത് കുറേശ്ശെ ഇതുപോലെ ഒന്ന് ആഡ് ചെയ്തിട്ട് ഫോൾഡ് ചെയ്തിട്ട് എടുക്കാം. നമ്മൾ ഈ ഓയിലൊന്നും ശരിക്കും മിക്സ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ കേക്കിൻ്റെ മുകളിൽ ഓയിൽ കൺസിസ്റ്റൻസി ഒന്നിങ്ങനെ ഒട്ടലും ഒക്കെ വരാൻ ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ ഓയിലൊക്കെ നന്നായിട്ട് മിക്സായി കിട്ടണം. എന്നാലോ ഓവറായിട്ട് ബീറ്റ് ചെയ്യുകയും ചെയ്യരുത്. അങ്ങനെ ആകുമ്പോൾ അതിൻ്റെ മുട്ടയൊക്കെ ഫ്ലഫിനെസ് ഒക്കെ പോയി കിട്ടും. അപ്പോൾ കേക്ക് സോഫ്റ്റ് ആയിട്ട് കിട്ടില്ല. അപ്പോൾ നമ്മളെല്ലാ ഡ്രൈ ഇൻഗ്രീഡിയൻസും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ബാറ്റർ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ 8 ഇഞ്ചിൻ്റെ മോൾഡാണ് ഗ്രീസ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് നമ്മുടെ ഈ ബാറ്റർ ഒഴിച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുത്തിട്ട് ഓൾറെഡി പ്രീ ഹീറ്റ് ആക്കിയിട്ടുള്ള ഇതുപോലൊരു പാത്രത്തിലേക്കാണ് ഇറക്കി വെക്കുന്നത് കേട്ടോ. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തെടുത്തിട്ടുള്ള പാത്രത്തിലേക്കാണ് കേട്ടോ ഇറക്കി വെക്കുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് ബേക്ക് ചെയ്തിട്ട് വരാം. ഒരു 25-30 മിനിറ്റിനുള്ളിൽ തന്നെ ഇത് ബേക്കായിട്ട് കിട്ടും. നമുക്കിത് അടച്ച് വെച്ചിട്ട് ബേക്കാക്കി എടുക്കാം. ഇത് ലോ ടു മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ആദ്യത്തെ ഒരു 2 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള പ്രാലൈൻ ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് നട്ട്സ്, ഒരു 1/4 കപ്പ് നട്ട്സാണ്. ഞാൻ മുകൾ ഭാഗത്തൊന്നും ഇതിൻ്റെ ഡെക്കറേഷൻ ചെയ്യുന്നില്ല, ഉൾഭാഗത്ത് മാത്രമാണ് ഇതിൻ്റെ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഈ ഒരു നട്ട്സൊക്കെ വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ 1/4 കപ്പാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം അതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അതിനുശേഷം അത് മാറ്റിയിട്ട് ആ ഒരു പാനിലേക്ക് തന്നെ ഒരു 3 ടേബിൾ സ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അതൊന്ന് നമുക്കൊന്ന് കാരമൽ ചെയ്തെടുക്കണം. അപ്പോൾ പഞ്ചസാര ഒന്ന് ചെറിയ തീയിലിട്ടിട്ടൊന്ന് കാരമൽ ചെയ്തെടുക്കാം. അപ്പോൾ അതിങ്ങനെ കാരമലായിട്ട് വരുന്ന സമയത്ത് അതിലേക്ക് നമുക്ക് നമ്മൾ റോസ്റ്റ് ചെയ്തിട്ടുള്ള നട്ട്സും അതുപോലെ ഒരു ടേബിൾ സ്പൂണും ബട്ടറും ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നട്ട്സ് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ. എന്നിട്ട് ഇതുപോലെ ഒരു അലുമിനിയം ഫോയിൽ പേപ്പറിലേക്ക് മാറ്റുന്നുണ്ട് കേട്ടോ. ഇത് കുറച്ച് സമയമാകുമ്പോഴേക്ക് ഹാർഡായിട്ട് വരും. അതിന് ശേഷം ഒന്ന് പൊടിച്ചെടുത്താൽ മതി. ഇങ്ങനെ കല്ല് വെച്ചിട്ടൊക്കെ കുത്തിയിട്ടൊക്കെ പൊടിച്ചെടുത്താൽ മതി. അപ്പോൾ ഇത് ഉള്ളിലേക്ക് ഇങ്ങനെ 2 ലെയറിൻ്റെ ഉള്ളിൽ വെക്കാൻ വേണ്ടി മാത്രം ഞാൻ യൂസ് ചെയ്തിട്ടുള്ളൂ. ഞാൻ അതിന് മുന്നേ ഒരു 1/2 kg ബട്ടർ സ്കോച്ചിൻ്റെ കേക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ബട്ടർ സ്കോച്ചിൻ്റെ സോസ് റെഡിയാക്കി എടുക്കാം. അതും നമുക്ക് ഉള്ളിലേക്ക് മാത്രം മതി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് കാരമലായിട്ട് വരുന്ന സമയത്ത് നമുക്കതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ബട്ടർ അതിലിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സായിട്ട് വരുന്ന ഒരു സമയത്ത് നമുക്കതിലേക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ക്രീം ചേർത്ത് കൊടുക്കണം. ഫ്രഷ് ക്രീമോ അല്ലാന്നുണ്ടെങ്കിൽ വിപ്പിംഗ് ക്രീമോ ഏതായാലും കുഴപ്പമില്ല. അപ്പോൾ ഞാനിവിടെ 3 ടേബിൾ സ്പൂണ് ക്രീമാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ ഡെക്കറേഷന് പുറത്തേക്കൊക്കെ ഡ്രിപ്പ് ചെയ്യണ എഫക്റ്റ് കൊടുക്കുകയെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് കൂടുതൽ എടുക്കേണ്ടി വരും കേട്ടോ. ഞാൻ അപ്പോൾ ഈ ലെയേഴ്സിൽ മാത്രമേ ഈ സോസ് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ 3 ടേബിൾ സ്പൂൺ എടുത്തിട്ടുള്ളൂ കേട്ടോ. പിന്നെ ഒരു നുള്ളു ഉപ്പും.
അപ്പോൾ ഇതിലൊക്കെ നമ്മൾ അൺസാൾട്ടഡ് ബട്ടറാണ് ചേർത്തിട്ടുള്ളത്. സാൾട്ടഡ് ബട്ടർ ആണെന്നുണ്ടെങ്കിൽ ഉപ്പിൻ്റെ ആവശ്യമില്ല. അപ്പോൾ നമ്മുടെ സോസ് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വെക്കാം. എന്നിട്ട് ആ സോസിൽ നിന്നൊരു 2-3 ടീസ്പൂൺ നമ്മുടെ ഷുഗർ സിറപ്പിലേക്കൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. ഷുഗർ സിറപ്പ് ആ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മുടെ ക്രീം, ഇത് ഞാനിവിടെ 1/4 കപ്പ് വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഒരു 1/4 ടീസ്പൂണ് നമ്മുടെ ബട്ടർ സ്കോച്ചിൻ്റെ എസെൻസ് ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ, ആ ഒരു ഫ്ലേവറും ടേസ്റ്റൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊന്ന് ബീറ്റ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. നമ്മുടെ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ ഈ വീഡിയോ കാണണമെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ കേക്കിൻ്റെ ക്രീം നല്ല ഫ്ലഫി ആയിട്ട് തന്നെ ബീറ്റ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഈ രീതിയിൽ നല്ല ഫ്ലഫി ആയിരുന്ന രീതിയിൽ, നല്ല സ്റ്റിഫായിട്ട് വരുന്ന രീതിയിലൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ കേക്കും ഇവിടെ നന്നായിട്ട് തന്നെ പൊങ്ങി വന്ന് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ബേക്കായിട്ട് വന്നിട്ടുണ്ട്. ഇത് തണുത്തതിന് ശേഷം നമുക്ക് ലെയറായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഐസിങ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഞാൻ ലെയറായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ടൊരു കേക്ക് ബേസ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് ക്രീം ഒന്ന് അപ്ലൈ ചെയ്തതിന് ശേഷം ഫസ്റ്റ് ലെയർ വെച്ച് കൊടുത്തു. എന്നിട്ട് ഷുഗർ സിറപ്പ് വെച്ചിട്ട് ഒന്ന് വെറ്റ് ചെയ്തെടുക്കുക. നമ്മളിതിലേക്ക് ഷുഗർ സിറപ്പ് എടുത്തിട്ടുള്ളത് 1/2 കപ്പ് പഞ്ചസാരയിലേക്ക് 1 കപ്പ് വെള്ളം ചേർത്തിട്ടാണ് കേട്ടോ ഷുഗർ സിറപ്പ് എടുത്തിട്ടുള്ളത്. അതിലേക്കാണ് നമ്മൾ നേരത്തെ ഒരു സോസിൻ്റെ 2-3 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഫസ്റ്റ് ലെയർ ഈ ഒരു ക്രീം വെച്ചിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ സോസിൻ്റെ പകുതി, നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള സോസിൻ്റെ പകുതി ഈ ഒരു ലെയറിൽ ചേർത്ത് കൊടുക്കാം. നമ്മളിത് കൂടുതൽ ഉണ്ടാക്കാതിരിക്കാനുള്ള കാരണം ബട്ടർ സ്കോച്ച് കേക്ക് തന്നെ ഓൾറെഡി നല്ല മധുരം ഉണ്ടാവും. എങ്ങനെയെന്ന് വെച്ചാൽ ഷുഗർ സിറപ്പ് ആഡ് ചെയ്യുന്നുണ്ട്, പിന്നെ ഈ ഒരു ക്രീമും പിന്നെ ഈ ഒരു സോസും പിന്നെ ഈ ഒരു പ്രാലൈനും എല്ലാം കൂടെ ആകുമ്പോൾ ഓവർ മധുരവും. അപ്പോൾ അത് കുറച്ച് മാത്രമേ ഈ സോസ് നമ്മൾ ഇതിൻ്റെ മുകളിലായിട്ട് സ്പ്രെഡ് ചെയ്താൽ മതി കേട്ടോ. സോസ് വെച്ചിട്ട് വേറെ എക്സ്ട്രാ ഡെക്കറേഷനൊന്നും ഈ ഒരു കേക്കിന് വേണ്ട. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വളരെ കുറച്ച് മാത്രം സോസ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. എന്നിട്ട് രണ്ടാമത്തെ ലെയറും വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ലെവലാക്കി എടുക്കണം. ഓരോ ലെയർ വെക്കുമ്പോഴും ലെവലായിട്ടുണ്ടോ എന്ന് സൈഡൊക്കെ ഇങ്ങനെ ചുറ്റിച്ച് കൊടുത്തിട്ട് നോക്കണം. എന്നിട്ട് ഷുഗർ സിറപ്പ് വെച്ചിട്ട് വെറ്റ് ചെയ്ത് കൊടുക്കുക. നേരത്തെ ചെയ്ത സെയിം പ്രൊസീജിയർ തന്നെ ചെയ്ത് കൊടുക്കുക. ക്രീം വെച്ചിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് നേരത്തെ ബാക്കി ഉണ്ടായിരുന്ന സോസ് ഉണ്ടല്ലോ, അത് ഇതിൻ്റെ മുകളിൽ ഒഴിച്ച് കൊടുക്കണം കേട്ടോ. ഈ ക്രീം ഒന്ന് സെറ്റാക്കി എടുത്ത ഇങ്ങനെ ഒന്ന് ലെവലാക്കി എടുത്ത ശേഷം ബാക്കിയുള്ള ബട്ടർ സ്കോച്ചിൻ്റെ സോസും കൂടെ ഇതിലേക്ക് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിതിലേക്ക് ഉണ്ടാക്കിയതൊക്കെ കറക്റ്റ് അളവിൽ തന്നെയാണ്. ഇതിന് എക്സ്ട്രാ ബാക്കിയൊന്നുമില്ല. ഈ ഒരു കറക്റ്റ് അളവിൽ തന്നെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ രീതിയിലാണ് നിങ്ങൾ കേക്ക് റെഡിയാക്കി എടുക്കുന്നുണ്ടെങ്കിൽ സോസൊക്കെ ഇതിന് മതി. പിന്നെ നമ്മൾ സോസ് റെഡിയാക്കി എടുക്കുന്ന സമയത്ത് പഞ്ചസാര കരിഞ്ഞു പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. കരിഞ്ഞു പോയാൽ ഈ ഒരു സോസിനൊക്കെ ഒരു കയ്പ്പ് രുചി വരും. അപ്പോൾ അത് ശ്രദ്ധിക്കുക. അപ്പോൾ അതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള പ്രയലൈന് ബാക്കിയുള്ളത് കംപ്ലീറ്റ് ആണെങ്കിൽ ഇട്ട് കൊടുക്കാം. അത് 2 പാർട്ടായിട്ട് തിരിച്ചാൽ മതി. ഫസ്റ്റ് ലെയറിലും ഈ ഒരു ലെയറിലും നമുക്ക് ഇട്ട് കൊടുക്കാം. ഡെക്കറേഷനൊന്നും വേണ്ടല്ലോ. അപ്പോൾ അതും കംപ്ലീറ്റ് ആയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് 3ാമത്തെ ലെയർ വെച്ച് കൊടുക്കാം. അതും ഞാൻ നേരത്തെ കാണിച്ച പോലെ തന്നെ സൈഡൊക്കെ ഒന്ന് ലെവലാക്കി എടുക്കാം. ഇങ്ങനെ ഇത് ചെയ്യുന്ന സമയത്ത് തന്നെ ലെവലാക്കി എടുത്താലേ നമുക്ക് നല്ല ക്ലീൻ ആയിട്ട് തന്നെ കേക്ക് കിട്ടും. എന്നിട്ട് ഷുഗർ സിറപ്പ് വെച്ചിട്ടൊന്ന് വെറ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്ക് ക്രം കോട്ടിങ് ചെയ്തിട്ട് ഒരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് സെറ്റാക്കിയ ശേഷം നമുക്ക് ഫൈനൽ ഫ്രോസ്റ്റിംഗ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ഷുഗർ സിറപ്പ് വെച്ച് സെറ്റാക്കിയ ശേഷം ക്രം കോട്ടിങ് ചെയ്തെടുക്കുകയാണ്. ഒരു സ്ക്രാപ്പർ ഉപയോഗിച്ചിട്ട് സൈഡൊക്കെ ഒന്ന് ക്ലീൻ ആക്കി എടുക്കുക. സ്ക്രാപ്പർ ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് തന്നെ ലെവലാക്കി എടുക്കാനായിട്ട് പറ്റും. അതുപോലെ മുകൾ ഭാഗമൊക്കെ ഒന്ന് ലെവലാക്കി എടുക്കുക. അതിനുശേഷം നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞ് ഫ്രിഡ്ജിൽ സെറ്റാക്കി എടുത്ത ശേഷം ഞാൻ പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിത് ഫൈനൽ ഫ്രോസ്റ്റിംഗ് ചെയ്തെടുക്കാം. ബാക്കിയുള്ള ക്രീം വെച്ചിട്ട് വീണ്ടും ഒന്ന് നന്നായിട്ടൊന്ന് ക്ലീൻ ആക്കിയിട്ടൊന്ന് നമുക്ക് ഐസിങ് ചെയ്തിട്ടെടുക്കാം. നമ്മൾ കേക്ക് ഷാർപ്പ് എഡ്ജൊക്കെ ആക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് ബാക്കിയുള്ള ക്രീമിൽ കുറച്ച് ക്രീം ഡെക്കറേഷന് വേണ്ടിയിട്ട് ബാക്കിയുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ മാജിക് കളേഴ്സിൻ്റെ ഐസ് ബ്ലൂ എന്ന് പറഞ്ഞിട്ടുള്ള കളറ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബ്ലൂ കളറാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ രീതിയിലാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അത് നമ്മുടെ എത്രയാണോ വേണ്ടതനുസരിച്ച് ആഡ് ചെയ്തിട്ട് കളറൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്.
എന്നിട്ട് അത് നമ്മൾ ഇതിൻ്റെ ഒരു ഡിസൈൻ, ഈ ഒരു ഡോളിൻ്റെ ഡിസൈൻ ചെയ്തെടുക്കുന്നതെല്ലാം നമ്മുടെ ഫ്ലവർ നോസിലുണ്ടല്ലോ റോസിൻ്റെ, അതിൻ്റെ പെറ്റൽസ് വെച്ച് റോസ് നോസിൽ വെച്ചിട്ടാട്ടോ. ഈ ഒരു ഡോളിന് 90 രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത്. അപ്പോൾ നമ്മൾ ഡോളിൻ്റെ റേറ്റൊക്കെ കണക്കാക്കിയിട്ടാണ് ഒരു ഡോൾ കേക്കിന് റേറ്റ് ഫിക്സ് ചെയ്യുക. അപ്പോൾ അതൊക്കെ ചിലർ വിചാരിക്കും ഇത്രയൊക്കെ റേറ്റ് ഉണ്ടോ. അപ്പോൾ നമ്മൾ എക്സ്ട്രാ ഡോൾ റേറ്റും അതുപോലെ ഒരു ഡോൾ കേക്കൊക്കെ കൊണ്ടുവന്ന സമയത്ത്, ഈ ഒരു ഡോളല്ല നോർമലായിട്ടുള്ള ഡോൾ കേക്ക് കൊണ്ടുവന്ന സമയത്ത് അതിൻ്റെ ബോക്സിനൊക്കെ നല്ല റേറ്റാണ്. അപ്പോൾ അതൊക്കെ കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഡോൾ കേക്കിന് പ്രൈസ് ഫിക്സ് ചെയ്യുക. അപ്പോൾ കുറേ പേര് അങ്ങനെ റേറ്റ് കേട്ടിട്ട് ഇത്രയൊക്കെ റേറ്റ് ഉണ്ടോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ അതൊക്കെ നോക്കിയിട്ട് നമ്മുടെ ചിലവൊക്കെ നോക്കിയിട്ടാണ് റേറ്റ് ഫിക്സ് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ റോസ് പെറ്റൽസ് വരയ്ക്കുന്ന ആ ഒരു നോസിൽ വെച്ചിട്ട് ഇതുപോലെയാണ് ഈ ഒരു ഡിസൈൻ വരച്ചു കൊടുക്കുന്നത്. ഇത് കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു നോസിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ആ ഒരു മുകൾ ഭാഗം ഉണ്ടല്ലോ, ആ ഒരു വീതിയുള്ള ഭാഗം മുകൾ ഭാഗത്താക്കിയിട്ട് മറ്റേ ഭാഗം താഴ്ഭാഗത്തേക്ക് പിടിച്ചിട്ടാണ് കേട്ടോ ഈ ഒരു ഡിസൈൻ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ റൗണ്ടിൽ ഇങ്ങനെ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ മുകൾ ഭാഗം വരെ അങ്ങനെ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതാ നമ്മുടെ ഡോളിനെ ആദ്യം ചെയ്തെടുക്കും. ഇത് നമുക്ക് കേക്കിൽ വെച്ചിട്ടും ഡിസൈൻ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ അത് ആദ്യം തന്നെ ഇങ്ങനെ ചെയ്തെടുത്തു എന്നുള്ളൂ. എന്നിട്ട് വേറൊരു ബോട്ടിലിൻ്റെ മേലെ കൊണ്ടുപോയി വെക്കാണ്ട് ചെയ്യുന്നത്. കയ്യിൽ വളയും മാലയും ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് അതിന് ഭംഗി കിട്ടാൻ വേണ്ടിയിട്ട്. അതിനുശേഷം നമുക്ക് ഇതങ്ങനെ മാറ്റി വെക്കാം. ആദ്യം നമുക്ക് കേക്കിൽ ഇതൊന്ന് വെച്ച് സെറ്റാക്കി എടുക്കണം, എവിടെയാണ് വെക്കേണ്ടത് എന്നൊക്കെ ഒന്ന് നോക്കിയിട്ട് ഒന്ന് വെച്ച് കൊടുക്കുക. എന്നിട്ടൊന്ന് അളന്ന് എടുത്തിട്ട് വേണം നമുക്ക് അടുത്ത ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ടൊന്ന് വെച്ചിട്ട് നമുക്ക് ഇതിവിടെ നിന്ന് റിമൂവ് ചെയ്തെടുക്കാം കേട്ടോ. ഇതിവിടെ വെച്ചിട്ട് നമുക്കൊരു ഡിസൈൻ ചെയ്യാം. പക്ഷേ ഒന്നുകൂടെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഡോളിനെ നമുക്ക് ഇവിടെ നിന്ന് മാറ്റിയിട്ട് അങ്ങനെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ഈ ഒരു ഡോളിൻ്റെ ഫ്രോക്ക് എങ്ങനെ വരണമെന്ന് അതിനെ വെച്ചിട്ടൊന്ന് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് വരച്ചു കൊടുക്കുക. എന്നിട്ട് വേണം ഫ്രോക്ക് വരച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അതിനും ഈ ഒരു നോസിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത്. താഴ്ഭാഗം വരെ ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഡോളിനെ ഇവിടുന്ന് എടുത്തിട്ട് അതിൻ്റെ ഫ്രോക്ക് ഒന്ന് വരച്ചു കൊടുക്കാം. ഇത് നമുക്കൊരു ബോട്ടിലിൻ്റെയൊക്കെ മേലെയിട്ട് കൊണ്ടുപോയി വെച്ചാൽ മതി. എന്നിട്ട് ഒന്നും കൂടെ ഒരു കോണ് രീതിയിൽ ഇതൊന്ന് വരച്ചു കൊടുത്തിട്ട് അതിൻ്റെ ആ ഒരു ഫ്ലവറിൻ്റെ നമ്മൾ നേരത്തെ ചെയ്ത സെയിം മെത്തേഡിൽ തന്നെ ഒന്ന് ചെയ്തെടുക്കുക. നമ്മൾ വരച്ചു കൊടുത്തിട്ടുള്ള ആ വരയ്ക്ക് പുറത്ത് പോവാതെ വേണം ഇതിങ്ങനെ വരച്ചു കൊടുക്കാനായിട്ട്. ആ ഒരു സെയിം മെത്തേഡിൽ തന്നെ ഇങ്ങനെ വളച്ചിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി. ഇങ്ങനെ തട്ടുള്ള ഫ്രോക്ക് രീതിയിലാണ് നമ്മളിത് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഫ്രോക്കൊക്കെ ഇവിടെ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ താഴെ കുറച്ചുകൂടെ ഒന്ന് വരച്ചു കൊടുക്കാനുണ്ട്, തട്ടായിട്ട് കൊടുക്കാനുണ്ട്. അപ്പോൾ അതിൻ്റെ മുന്നായിട്ട് ഞാൻ ഈ ഒരു ഡോളിനെ അതിൻ്റെ മുകളിൽ കൊണ്ടുവന്നിട്ട് ഇരുത്തിയിട്ടുണ്ട് കേട്ടോ. കേക്കിൻ്റെ മുകളിൽ ഡോളിനെ ഇരുത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ അടിഭാഗത്തൊക്കെ ഇതുപോലൊന്ന് ലെയറായിട്ടൊന്ന് കൊടുത്തു നോക്കാം. ഇങ്ങനെ 2-3 ലെയറായിട്ട് ഇങ്ങനെ കൊടുത്തു നോക്കാം. ഇങ്ങനെ അടിഭാഗത്തേക്ക് ഇങ്ങനെ കുറച്ച് തട്ട് കൂടുതലുള്ള ടൈപ്പ് ഫ്രോക്ക് രീതിയിലൊന്ന് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു നോസിൽ ഞാൻ വേറെ രീതിയിൽ ഇങ്ങനെ പിടിച്ചിട്ടാണ് ഈ ഒരു തട്ട് കൊടുക്കുന്നത്. നേരത്തെ ചെയ്ത പോലെയല്ല അടിഭാഗത്ത് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ അടിഭാഗത്തായിട്ട് തട്ട് കൂടുതലും പിന്നെ അതിന് കുറച്ച് മുകളിലായിട്ട് കുറച്ചുകൂടെ ഒന്ന് തട്ട് കുറച്ച് രീതിയിൽ ആ രീതിയിലാണ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഭാവനക്കനുസരിച്ച് എങ്ങനെയാണ് തോന്നുന്നത് ആ രീതിയിൽ നമുക്ക് ചെയ്തിട്ടെടുക്കാം. അതിനുശേഷം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഷുഗർ ബോൾസൊക്കെ വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്തെടുക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ബ്ലൂ കളർ തന്നെ 3 കളറായിട്ട് ചെയ്തെടുക്കാം. ഒന്ന് ലൈറ്റ് ആയിട്ടുള്ള ബ്ലൂ, ഒന്ന് ഡാർക്ക് ആയിട്ടുള്ള ബ്ലൂ, അങ്ങനെ 3 തട്ട് രീതിയിൽ 3 കളർ രീതിയിൽ ചെയ്തെടുക്കാം. പിന്നെ ഞാൻ സ്റ്റാർ നോസിൽ എടുത്തിട്ട് N1 നോസിലുണ്ടല്ലോ അത് വെച്ചിട്ട് ഇങ്ങനെ ആ ഒരു കേക്കിൻ്റെ അടിഭാഗത്ത് ചുറ്റും ഈ ഒരു ഡിസൈനും വെച്ച് കൊടുത്തിട്ടുണ്ട്. ചെറിയ ഫ്ലവർ രീതിയിൽ അതും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ചെറിയ ഷുഗർ ബോൾസ് ഇങ്ങനെ ഈ ഒരു ഫ്രോക്കിൻ്റെ മുകളിലും താഴ്ഭാഗത്തൊക്കെ ആയിട്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഫ്രോക്കിൻ്റെ ഏറ്റവും താഴ്ഭാഗത്ത് അത് ലാസ്റ്റ് നമ്മൾ തട്ട് വരച്ചില്ലേ അവിടെ ആയിട്ട് കുറച്ചധികം ഷുഗർ ബോൾസ് ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം ഈ ഒരു സ്റ്റാർ നോസിൽ വെച്ച് നമ്മൾ ഡിസൈൻ ചെയ്തില്ല അതിൻ്റെ മുകളിലും ഇങ്ങനെ ഷുഗർ ബോൾസ് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ മുകൾ ഭാഗത്ത് ഈ പ്ലെയിൻ ആയിട്ട് കിടക്കുന്ന ഭാഗത്തായിട്ട് ഞാൻ കുറച്ച് കളർ ഷുഗർ ബോൾസ് ഉണ്ട് അതും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പല കളറിലുള്ള അവിടെ ഇങ്ങനെ പ്ലെയിൻ ആയിട്ട് കിടക്കുമ്പോൾ എന്തോ പോലെ തോന്നി. അപ്പോൾ അതും കൂടെ ഒന്ന് ചുറ്റും ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ സെൻട്രലായിട്ട് പേര് എഴുതാൻ വേണ്ടിയിട്ടുള്ള സ്പേസാണ്.
അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കേക്കിൻ്റെ എല്ലാ പണികളും കഴിഞ്ഞ് പേര് ഞാൻ ഫോണ്ടൻറ്റിൽ എഴുതിയിട്ടാണ് സെൻറ്ററിൽ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ പേര് എഴുതുന്നത് ആദ്യം ഓർമ്മ ഉണ്ടായിരുന്നില്ല, പിന്നെ അവർ പറഞ്ഞപ്പോഴാണ് പിന്നീട് പേര് എഴുതിയത് ഞാൻ വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ കേക്കിനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ബോക്സിലാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാ പുതിയൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്